ഈ ടൈപ്പ് സാരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. സോഫ്റ്റ് ക്രഷ് സിൽക്ക് ആണ്. ക്രഷ് സിൽക്കിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഹാൻഡ് വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു പേൾ ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പേൾ ക്രീമിൽ നല്ലൊരു മൾട്ടി കളറിലായിരിക്കും ആ ഒരു പാറ്റേൺ വന്നിട്ട് അതിന് ഒരു ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ വെച്ചിട്ടാണ് ഓരോ പാറ്റേണും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരു ഫ്ലോറൽ പാറ്റേണും ബേർഡ് മോട്ടീവ്സിലും എല്ലാമാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. സോഫ്റ്റ് ക്രഷ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഇതായിരിക്കും അതിൻ്റെ ബോർഡർ വരുമ്പോൾ നല്ലൊരു സ്കാലപ്പിൽ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെ വരും. ഞാൻ ക്ലോസറിൽ കാണിക്കാം സാരിയുടെ ആ ഒരു വർക്ക്. ഫുൾ ഇതേ പാറ്റേണിൽ ആ ഒരു ബേർഡ് മോട്ടീവ്സിലും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും സാരിയിലെ ആ ഒരു പാറ്റേൺ വരുന്നത്. ഇതാണ് സാരിയുടെ ബോർഡർ പറയുകയാണെങ്കിൽ. ഫസ്റ്റ് ഞാൻ ആ ടെക്സ്ചർ കാണിക്കാം. സോഫ്റ്റ് ക്രഷ് സിൽക്കാണ് കേട്ടോ. ഒരു ക്രഷ് ഫീൽ, ക്രംബിൾ ഫീലിലാണ് സാരിയിലെ ആ ടെക്സ്ചർ വരുന്നത്. ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ബോർഡറിൽ അത് സ്കാലപ്പ് വന്നിട്ട് ഹാൻഡ് വർക്കിന് തന്നെ മൾട്ടി കളർ ത്രെഡിൽ നല്ലൊരു ബേബി പിങ്ക്, ഓണിയൻ പിങ്ക് ആ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഇതാണ് ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഇങ്ങനെ വരും ഒരു ഫ്ലോറൽ പാറ്റേണിൽ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സും അതിലൊരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ ഇതായിരിക്കും ആ പാറ്റേൺ വരിക. ആ ഒരു ട്രീയും അതിൻ്റെ ഒരു സ്റ്റെം, ബേർഡ്, അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ഇങ്ങനെ വരും. ഇനി ഈ ഒരു സാരിയുടെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് കളർ വരുന്നത് പേൾ ക്രീമാണ്. ബ്ലൗസിലും സെയിം പാറ്റേണിൽ തന്നെയുള്ള ആ ഒരു മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. ആ ഒരു ബേർഡ് മോട്ടീവ്സും വരുന്നുണ്ട്, ആ ഫ്ലോറൽ പാറ്റേണിൽ ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബ്ലൗസിൽ വരുമ്പോൾ. സെയിം ഡിസൈൻ ആൻഡ് സെയിം ഫാബ്രിക്, കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. നല്ലൊരു പിങ്ക് ആണ് സാരി വരുന്നത്. ഡാർക്ക് പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. ഒരു ലോട്ടസ് പിങ്കിന്റെ എല്ലാം ആ ഒരു ടോണിൽ വരുന്ന സാരിയാണ്. സെയിം അതേ ഹാൻഡ് വർക്ക് തന്നെയായിരിക്കും വരിക. സാരി ഞാൻ ഫ്രണ്ടിലോട്ട് കൊടുത്തിരിക്കുക കേട്ടോ. ഇത് പല്ലു പോർഷനാണ്. ഡബിൾ സൈഡിലും ഹാൻഡ് വർക്കിന്റെ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോയിലായിരിക്കും ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് സ്കാലപ്പിലാണ് എഡ്ജ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ബ്ലൗസ് വരുന്നതും അതേ പാറ്റേൺ തന്നെ. സോഫ്റ്റ് ക്രഷ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, സെയിം സ്റ്റൈൽ തന്നെ. അതേ ആ ഒരു മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് മോട്ടീവ്സ്. ബോഡി കംപ്ലീറ്റ് ഇതേ പാറ്റേൺ തന്നെ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പീച്ച് ബ്ലെൻഡഡ് പപ്പായ ഓറഞ്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരുന്നത്. പപ്പായ ഓറഞ്ചിന്റെ ടോണും വന്നിട്ടുണ്ട്, പീച്ച് ടോണും വന്നിട്ടുണ്ട്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് വന്നത്. ഫുൾ സാരി സോഫ്റ്റ് ക്രഷ് സിൽക്കാണ് എല്ലാ സാരീസിന്റെയും മെറ്റീരിയൽ വരുന്നത്. നെക്സ്റ്റ് കളർ ടർക്കോയിസ് ബ്ലൂ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആൻഡ് ആ ഒരു സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക്, ഡബിൾ സൈഡ് സ്കാലപ്പ് ബോർഡർ, എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ക്രഷ് സിൽക്ക്. ഇത് വരുന്നത് ലാവൻഡർ ആണ്. ലാവൻഡറിലും അതേ പാറ്റേണിൽ തന്നെ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ സാരി വരുന്നത്. റണ്ണിംഗ് പല്ലു. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. മൂങ്ക ചെക്കോട്ടയാണ്. സോഫ്റ്റ് മൂങ്ക ചെക്കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത്. അതിൽ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചിൽ ആപ്ലിക് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലെയുള്ള ഫംഗ്ഷനും അതെല്ലാം നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മൂങ്ക ചെക്കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഒരു ചെക്ക് വീവാണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ചെക്ക് വീവിലായിരിക്കും. ഫുൾ ബോഡി വന്നിട്ട് ആ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ഒരു ഹാഫ് പോർഷനിൽ ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കും ഒരു ആപ്ലിക് വർക്കിലും ആയിരിക്കും വരുന്നത്. ഇതാണ് ആ ഒരു ബോഡിയുടെ ടെക്സ്ചർ. ഇങ്ങനെ വരും. ആ ഒരു ചെക്കോട്ടയിൽ ഫുൾ എംബ്രോയിഡറി വർക്കാണ്. പേസ്റ്റൽ പീച്ചിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ആപ്ലിക് വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. ഫ്ലോറൽ ആപ്ലിക് വർക്ക് വന്നിട്ട് ആ ഒരു വൈറ്റിലായിരിക്കും സ്കാലപ്പ് ഫിനിഷിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ. സോഫ്റ്റ് മെറ്റീരിയലാണ്. കോട്ടയാണ്ട് അറിയാലോ, വളരെ നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. പക്ഷെ ആ ഒരു എംബ്രോയിഡറി വർക്കും ആപ്ലിക് വർക്കും വന്നിട്ടുണ്ട്. നല്ലൊരു എലഗൻ ലുക്കാണ് സാരിക്ക് വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വൈറ്റിൽ ഈ ഒരു ആപ്ലിക് വർക്കിന്റെ ആ ഒരു എഡ്ജിൽ വരുമ്പം ആ ഒരു സ്കാലപ്പിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ബോഡി പ്ലെയിൻ ആണ്. നല്ല സോഫ്റ്റ് കളറിലാണ് സാരി വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഉടുക്കാൻ തോന്നുന്ന ടൈപ്പ് സാരീസ് ആണ്. വളരെ സോഫ്റ്റ് കളർ പാലറ്റിൽ ഇത് വരുന്ന നല്ലൊരു ഗ്രീൻ ആണ്. ഒരു പേസ്റ്റൽ ഗ്രീനും ഒരു ഓഫ് വൈറ്റും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സാരി. ആ ഒരു കൂൾ എഫക്റ്റ് ആണ്. കാരണം ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സാരി ഉടുക്കാനാണ് നമുക്ക് കൂടുതലും തോന്നുന്നത്. വളരെ ലൈറ്റ് വെയിറ്റും ആണ്. സെയിം ടൈം നല്ലൊരു ക്ലാസി ലുക്കും ആണ് സാരിക്ക്. ആ ഒരു ചെക്കോട്ട തന്നെ, മൂങ്ക ചെക്കോട്ട ഓഫ് വൈറ്റിൽ ആ ഒരു പേസ്റ്റൽ ഗ്രീനിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ലോവർ പോർഷൻ വരുമ്പം ആപ്ലിക് വർക്കിലായിരിക്കും വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ പ്ലെയിൻ ഒരു വൈറ്റിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ലാവൻഡർ പിങ്ക് ആണ്. ലാവൻഡറും ബേബി പിങ്കും ബ്ലെൻഡഡ് ആണ് സാരിയിൽ. ആ ഒരു ആപ്ലിക് വർക്കും എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. സ്കാലപ്പിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. റണ്ണിങ് പല്ലു. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ അക്വ ഗ്രീൻ ആൻഡ് അക്വ ബ്ലൂ ബ്ലെൻഡഡ് ടോണിലാണ് ആ ഒരു ആപ്ലിക് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന സാരി.
ബേസ് കളർ എല്ലാ സാരിയും ആ ഒരു ഓഫ് വൈറ്റിൽ തന്നെയായിരിക്കും. മുങ്ക ചെക്കോട്ട, സോഫ്റ്റ് മുങ്ക ചെക്കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു കോംബോ പറയുകയാണെങ്കിൽ ബ്രൗൺ ആണ് സാരിയുടെ ടോൺ. കറക്റ്റ് കളർ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കമ്പാരിസൺ പറയുന്നത് എക്സാക്റ്റ് ആ കളർ അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാം ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ ആണ് സാരിക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ആപ്ലിക് വർക്കിന്റെയും എംബ്രോയിഡറി വർക്കിന്റെയും കളർ വന്നിരിക്കുന്നത്. സാരിയുടെ കളർ ഓഫ് വൈറ്റ് തന്നെ. സെയിം സ്റ്റൈൽ ആപ്ലിക് വർക്ക്, എംബ്രോയിഡറി വർക്ക്, റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും വിത്ത് സ്കാലപ്പ് ബോർഡർ.